റാസയുടെ മുൻഭാഗത്ത് നിന്നിരുന്ന വിശ്വാസികൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കൈനിരിക്കുകയാണ്. ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് എത്തി ദേവാലയത്തിന് ഒരു പ്രദക്ഷിണ ചക്രം പൂർത്തിയാക്കി വീണ്ടും ദേവാലയത്തിന് മുൻഭാഗത്തെത്തി പ്രാർത്ഥനയോടെയാണ് ദേവാലയത്തിനുള്ളിലേക്ക് റാസയിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ ഭക്തജനങ്ങൾ പ്രവേശിക്കുന്നത്. റാസയുടെ മുൻഭാഗത്ത് നിന്നിരുന്ന വിശ്വാസികൾ ദേവാലയത്തിനുള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു. റാസയുടെ ഏതാണ്ട് 3/4 ഭാഗത്തിന് ശേഷം നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഒരു 70% നീളത്തിന് പുറകിലേക്ക് നിൽക്കുന്നവർ ഇപ്പോഴും വളരെ ദൂരെ നിന്നും ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അത്രത്തോളം ഭക്തജനങ്ങളാണ് ഈ റാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാനാജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ റാസയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഒരു സഭയുടെ മേലധികാരിയായി നിന്നുകൊണ്ട് ആ സഭയിലെ വിശ്വാസികൾക്ക് മാത്രം സ്നേഹപരിലാളനങ്ങൾ നൽകുകയല്ല പരിമല കൊച്ചുതിരുമേനി ചെയ്തത്. മറിച്ച് ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സന്താനങ്ങൾ എല്ലാവരും ഒരേ ജാതിയിലും ഒരേ മതത്തിലും പെട്ടവരാണ് എന്നുള്ള ആ ശരിയായ പരമാർത്ഥത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരിമല കൊച്ചുതിരുമേനി സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. വീടില്ലാത്തവന് വീട് വെക്കാനും പഠിക്കാൻ അവസരമില്ലാത്തവർക്ക് അവസരം ലഭിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്തെ തുടർന്ന് പാഠശാലകൾ സ്ഥാപിക്കുവാനും ആശുപത്രികൾ സ്ഥാപിക്കുവാനും ഒക്കെ മുൻകൈയെടുത്തത് പരിമല കൊച്ചുതിരുമേനിയാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച ഒരുവന്റെ വാക്കുകൾ, പ്രാർത്ഥനകൾ, അപേക്ഷകൾ ദൈവം പൂർണ്ണമായും സ്വീകരിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള വിശ്വാസികൾ പരിമല കൊച്ചുതിരുമേനിയുടെ കബറടക്കങ്ങളിലെത്തി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ പദയാത്രാ സംഘങ്ങൾ കടന്നു വരുമ്പോൾ പദയാത്രാ സംഘങ്ങളുടെ മുൻഭാഗത്ത് സാധാരണ ധാരാളം യുവജനങ്ങളുണ്ടായി. അവരൊക്കെ തന്നെയും ഏതാണ്ട് ഉറക്കെ ഒരു മുദ്രാവാക്യം വിളിയുടെ പോലെയുള്ള ഒരു താളത്തിലാണ് ഇവിടേക്ക് പ്രത്യേകമായ പ്രാർത്ഥനാ മന്ത്രങ്ങളോടുകൂടി കടന്നു വരുന്നത്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് റാസ കടന്നെത്തുകയും ഇപ്പോൾ കുരിശടിയുടെ അവിടെ റാസ കടന്നു വരുന്ന വഴിയിലുള്ള കുരിശടിയിൽ പ്രത്യേകമായ ധൂപപ്രാർത്ഥനയും അനുബന്ധ ചടങ്ങുകളും നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ കുരിശടിയങ്കൽ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം വഹിച്ച വൈദിക ശ്രേഷ്ഠർ ഈ റാസയുടെ ഏറ്റവും പിറകിലായാണ് ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ വൈദിക ശ്രേഷ്ഠരുടെ ആ സംഘം ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് റാസയിൽ പങ്കെടുത്തുകൊണ്ടുവന്ന് ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ആശീർവാദം എന്ന ചടങ്ങ് നടക്കുന്നത്.
അതുവരെയുള്ള ചടങ്ങുകളാണ് ACDയുടെ ഈ തത്സമയ സംപ്രേഷണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, 2-3 ദിവസങ്ങളിലായി ഇവിടെ എത്തി തമ്പടിച്ചിരിക്കുന്നവർ നിരവധിയാണ്. അങ്ങനെയുള്ള ഭക്തജനങ്ങളെയാണ്, വിശ്വാസികളെയാണ് നമ്മളിപ്പോൾ ചാപ്പലിൻ്റെയും ദേവാലയത്തിൻ്റെയും ഒക്കെ വരാന്തകളിലും മറ്റും ഇരിക്കുന്നതായി കണ്ടത്. അവരൊക്കെ തന്നെയും ഈ റാസയും കണ്ട് റാസയിലും പങ്കെടുത്ത് കൊടിയിറക്കം നടത്തിയതിനു ശേഷം മാത്രമേ വീടുകളിലേക്ക് മടങ്ങുകയുള്ളൂ. കൊടിയിറക്ക് എന്ന ചടങ്ങിന് പൂർണ്ണമായും സാക്ഷ്യം വഹിച്ച് ആ ചടങ്ങിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാഗഭാക്കുകളായിട്ട് മാത്രമേ ഈ വിശ്വാസികളെല്ലാം സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയുള്ളൂ. റാസ ദേവാലയത്തിലേക്ക് ബാക്കി ഭാഗവും റാസായുടെ അർദ്ധഭാഗത്തിൽ കൂടുതൽ ഇപ്പോൾ ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. റാസയുടെ ബാക്കി ഭാഗവും ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പദയാത്രാ സംഘങ്ങളുടെ അംഗങ്ങളായി ഈ ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേരുന്ന വിശ്വാസികളിലെ യുവജനങ്ങൾ ഉറക്കെ പാടുന്ന ചില ശീലുകളുണ്ട്. പമ്പാ നദിയുടെ തീരത്ത് പരുമല എന്നൊരു ദേശത്ത് പാരും താരകമായൊരു ദേഹി വാണത് നമ്മൾക്കായല്ലോ. ദൈവത്തേക്കാൾ വലുതാ എന്നും ദ്രവ്യക്കൂട്ടം കാണുന്നോർ എത്തുകയില്ല സന്നിധിയിൽ, തിരു ദൈവത്തിന്റെ സന്നിധിയിൽ. ഇങ്ങനെ ജീവിത ധർമ്മ കർമ്മപഥങ്ങൾ കാട്ടിയവനായി എന്നും വാണരുളുന്നു പുണ്യ പുങ്കവനാകും തിരുമേനി. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് കരഞ്ഞു പറയുമ്പോൾ ദൈവത്തിന്റെ ചെവികളിലേക്ക് സന്ദേശങ്ങൾ പകരുന്നോൻ. പമ്പാനദിയുടെ തീരത്തായി പരിലസിക്കും വാടികയിൽ കാണാനെത്തുന്ന 1000 കൈകൂപ്പുന്നു കബറിങ്കൽ. 1000 അങ്ങനെ കൈകൂപ്പുന്ന കബറ് സ്ഥിതി ചെയ്യുന്ന പരുമല കൊച്ചു തിരുമേനിയുടെ കബറ് സ്ഥിതി ചെയ്യുന്ന പരുമല ദേവാലയത്തിലെ പരുമല കൊച്ചു തിരുമേനിയുടെ 180-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ ഇതാ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. കാറ്റ് വീശുമ്പോഴും കയ്യിലെണ്ടിയിരിക്കുന്ന ആ മെഴുകുതിരികൾ കെടാതെ സൂക്ഷിക്കുന്നത് ഇവിടെ നിന്നും തങ്ങളുടെ മനസ്സിലേക്ക് സ്വീകരിക്കപ്പെട്ട ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും സേവനത്തോടെയും ലഭിച്ച ആ ഊർജം എന്നുമെന്നും തങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയുടെ അടയാളമായി തന്നെയാണ്. സർവപൂജിതൻ, സാക്ഷാൽ സർവജ്ഞൻ, സർവോത്തമൻ, സർവഭൂതൈക ദയാവാരിഹി തപോനിധി. ഈ വിശേഷണം പൂർണ്ണമായും പരുമല കൊച്ചു തിരുമേനിക്ക് യോജിക്കുന്നു. ഇത് കണ്ടില്ലേ, തങ്ങൾ ആരെ മാതൃകയാക്കണമെന്ന് ചോദിക്കുന്ന യുവജനങ്ങൾക്ക് ഏറ്റവും ശരിയായ മാതൃകയായി ഇന്നും മണ്ണിലും വിണ്ണിലും പരിലസിക്കുന്ന പരുമല കൊച്ചു തിരുമേനിയുടെ ഏറ്റവും പുണ്യ നിർഭരമായ പ്രാർത്ഥനാ സേവനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ആ വന്ധ്യ തിരുമേനിയെ പ്രകീർത്തിച്ചുകൊണ്ട് അതിലൂടെ പരമപിതാവിന്റെ അനുഗ്രഹം തങ്ങൾക്ക് ലഭിക്കണമെന്ന് അദമ്യമായി ആഗ്രഹിച്ചുകൊണ്ട് യുവജനങ്ങൾ ഈ റാസയിൽ 1000 പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ധാരാളമായി യുവജനങ്ങൾ ഈ റാസയിലും ഈ ദേവാലയത്തിലെ അനുബന്ധ ചടങ്ങുകളിലും എല്ലാ ദിവസങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്, മാതൃകയ്ക്ക് വേണ്ടി ഉടലുന്ന പുത്തൻ തലമുറയ്ക്ക് ഏറ്റവും കൃത്യമായ മാതൃകയായി പരുമല കൊച്ചു തിരുമേനി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ശ്രുതി പാരിയാൻ, ശാസ്ത്ര നിഷ്ണാതൻ, കലകളിൽ അതില്ല എല്ലാ രീതിയിലും പ്രതിഭാചാരിയായിരുന്ന പരുമല കൊച്ചു തിരുമേനി. Oh
വിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉച്ചസ്ഥലം മുഴങ്ങിക്കേട്ട ആ പ്രാർത്ഥനയുടെ ശീലുകൾ കേട്ടുകാണുമെന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ വിശ്വസിക്കുകയാണ്. ഇത്രമേൽ സഭയെ സ്നേഹിച്ച മറ്റൊരു മെത്രാപ്പോലീത്ത ഉണ്ടാകുമോ എന്നുള്ള ആ സ്നേഹവും അതുപോലെ തന്നെ എല്ലാവിധമായ ആദരവും നിറഞ്ഞു കവിയുന്ന ആ വരികളിലൂടെ പരിമല കൊച്ചു തിരുമേനിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വലിയ സംഘം റാസയിൽ നമ്മുടെ മുൻപിലൂടെ കടന്നുപോയതാണ് നമ്മളിപ്പോൾ കണ്ടത്. വൈദിക ശ്രേഷ്ഠർ, റാസയുടെ ഏറ്റവും ഒടുവിലായി വൈദിക ശ്രേഷ്ഠർ ദേവാലയ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കാഴ്ച ഇപ്പോൾ നാം കാണുകയാണ്. ഈ വൈദിക വൃന്ദം ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതോടുകൂടിയാണ് റാസ ദേവാലയത്തിൽ പൂർണ്ണമായും എത്തിച്ചേർന്നു എന്നുള്ള അറിയിപ്പ് ഉണ്ടാവുന്നത്. അതിനെ തുടർന്നാണ് ആശീർവാദം നടക്കുന്നത്. പിന്നീടാണ് കൊടിയിറക്ക് എന്ന ചടങ്ങും നടക്കുന്നത്. മാനവരാശിയുടെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ച് 3-ാം നാൾ ഉയർന്നെഴുന്നേറ്റ ക്രിസ്തുനാഥനെ തന്റെ മാർഗദീപമായി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിച്ച് കാണിച്ച് കാലം ചെയ്ത പരിമല കൊച്ചു തിരുമേനിയുടെ ആ ദിവ്യമായ നാമധേയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം പേർ, ആയിരങ്ങൾ ഈ റാസയിൽ പങ്കെടുക്കുന്നു. പ്രത്യേകമായ ആ ദിവ്യമായ മേലാപ്പിന് കീഴെയായി വൈദിക ശ്രേഷ്ഠർ ഈ റാസയുടെ ഏറ്റവും മുൻഭാഗത്തിന് തൊട്ടുമുൻപായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ വൈദിക ശ്രേഷ്ഠരുടെ സംഘവും ഇപ്പോൾ പരിമല ദേവാലയത്തിലെ തിരുമുറ്റത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരിമല ദേവാലയത്തിലെ എല്ലാ ചടങ്ങുകളും പ്രകൃതി അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ പരിമല ദേവാലയത്തിലെ എല്ലാ ചടങ്ങുകളുടെയും കൃത്യത അത് ഒരിക്കലും മാറാറില്ല, ആർക്കും മാറ്റാനുമാവില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഓരോ സമയവും തിരുമേനിയുടെ ഓരോ ദിവസവും കൃത്യതയുടെയും വിശ്വാസത്തിൻ്റെയും മണിക്കൂറുകളാൽ സമ്പന്നമായിരുന്നു. ഷമ്മാശന്മാർക്ക് വേദാധ്യാപകനായും അവരെ സുറിയാനി ഗീതങ്ങൾ പഠിപ്പിച്ചും ഉപവാസം ചെയ്തും രഹസ്യ പ്രാർത്ഥന നടത്തിയും ഭരണകാര്യങ്ങൾ നിർവഹിച്ചും നോമ്പ് പിടിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ 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 ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിലെ ഓരോ മിനിറ്റിനെയും ഓരോ നിമിഷത്തിനെയും ഈശ്വരേച്ഛയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയ ആ തിരുമേനിയുടെ ദിവ്യമായ ഖബർ നിലകൊള്ളുന്ന പരിശുദ്ധമായ പരിമല ദേവാലയത്തിലെ ചടങ്ങുകൾക്ക് സമയം തെറ്റാത്തതിന് മുഖ്യ കാരണം പരിമല തിരുമേനിയുടെ ആ ദിവ്യമായ സാന്നിധ്യം തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. 3:30-ക്കാണ് 3:30-നാണ് റാസ ദേവാലയത്തിൽ പൂർണ്ണമായും പരിസമാപിക്കേണ്ടത്. അതിനെ തുടർന്നാണ് ആശീർവാദം എന്ന ചടങ്ങ് നടക്കേണ്ടത്. ഇപ്പോൾ സമയം 3:15 കഴിഞ്ഞിരിക്കുന്നു. 15 മിനിറ്റ് കൂടി മാത്രമാണ് റാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. അത് കഴിഞ്ഞാൽ കൊടിയിറക്ക് നടക്കും. പരിമല കൊച്ചു തിരുമേനിയുടെ 109ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അതോടെ സമാപ്തിയായി. ഇപ്പോൾ റാസയിൽ പങ്കെടുത്ത് ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്ന റാസയിൽ അണിനിരുന്ന വിശ്വാസികൾ ദേവാലയത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇനി കൊടിയിറക്ക് എന്ന ചടങ്ങ് കാണാനായി ദേവാലയത്തിന് മുമ്പിൽ കാത്തു നിൽക്കും. ഇപ്പോൾ വലിയ ഭക്തജനത്തിരക്ക്, പ്രത്യേകമായ ഒരു ഭക്തജനത്തിരക്ക് തന്നെ ഇപ്പോൾ ദേവാലയ മുറ്റത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ACDക്ക് ഈ തത്സമയ സംപ്രേഷണം ഒരുക്കുന്നതിന് എല്ലാവിധമായ സഹായവും സഹകരണവും പരിമല സെമിനാരി കൗൺസിലിന്റെ ഭാഗത്തു നിന്നും അതിന്റെ ബഹുമാനരായ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് വർഷാവർഷങ്ങളായി ലഭിക്കുന്നു എന്നുള്ളത് വളരെ കൃതജ്ഞതയോടുകൂടി ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. റാസയുടെ പ്രധാനമായ ചടങ്ങുകൾ നിർവഹിക്കേണ്ട വൈദികരുടെ ആ വൃന്ദം ഇപ്പോൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പരിമല തിരുമേനിയുടെ 109ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളുടെ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കപ്പെടുവാൻ ഇനി കേവല മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. 1848 ജൂൺ മാസം 15-ാം തീയതി ഈ മണ്ണിക്ക് കൊച്ചുമത്തായിയുടെയും മറിയത്തിന്റെയും ഇളയപുത്രനായി പിറന്നു വീണ് തന്റെ ജീവിതകാലത്തിൽ ഉടനീളം ദൈവ സ്നേഹത്തിന്റെ സുഗന്ധം ഈ പാരിലാകെയും പരത്തി 1902 നവംബർ മാസം 2-ാം തീയതി കാലം ചെയ്ത പരിമല കൊച്ചു തിരുമേനിയുടെ ഈ വർഷത്തെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ ഒക്ടോബർ 26-ാം തീയതി കൊടിയേറി ആരംഭിച്ചിരുന്നു. ഇന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി 4 മണിക്ക് മുമ്പേ തന്നെ 3:30-ക്ക് റാസ സമാപിക്കുന്നു. പിന്നെ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്
കൊടിയിറക്കനായി ബാക്കി നിൽക്കുന്നത്. ഏതാണ്ട് 4 മണിയോടുകൂടി 109ാമത് സമാപിക്കും. അപ്പോഴും പിന്നീടുള്ള ദിവസങ്ങളിലും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ, വിശ്വാസികളുടെ എണ്ണത്തിൽ കുറവുകളൊന്നും സംഭവിക്കുന്നില്ല. പരുമല തിരുമേനിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടി വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിട്ടുള്ള നേട്ടങ്ങളും മേന്മകളും തിരിച്ചറിയുന്ന, അത് തലമുറകൾക്ക് കൈമാറി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ആ മഹാസത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ വിശ്വാസികൾ ഓരോ ദിവസവും ഈ ഓർമ്മ പെരുന്നാൾ ആഘോഷം ഇന്ന് സമാപിക്കുമ്പോഴും പിന്നീടുള്ള ദിവസങ്ങളിലും ഓരോ ദിവസവും കൂടുതൽ ഭക്തജനങ്ങൾ, വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പരുമല തിരുമേനിയുടെ മഹത്വം. അങ്ങനെ പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ, 109ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ ചടങ്ങുകളോട് കൂടി തന്നെ അതിൻ്റെ സമാപന സമയത്തേക്ക് കടന്ന് എത്തുകയാണ്. 10,000 പങ്കെടുത്ത റാസ, അഭിവന്ധ്യ തിരുമേനിമാരും ആരാധ്യരായ വൈദിക ശ്രേഷ്ഠനും പങ്കെടുത്ത അതിവിശിഷ്ടങ്ങളായ കുർബാനകൾ, സർവ്വജനങ്ങൾക്കും നന്മയുടെ തലോടം നൽകിക്കൊണ്ട് നടന്ന വാഴ്വുകൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, വിവിധങ്ങളായ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഏറെ പ്രശസ്തരും പ്രതിഭാശാലികളുമായ വ്യക്തികളുടെ ആധ്യാത്മിക ചേതന ഉണർത്തും വിധത്തിലുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആധ്യാത്മികമായ ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമായിരുന്ന ഒരാഴ്ചക്കാലം, ഒക്ടോബർ 26 മുതൽ നവംബർ മാസം 2-ാം തീയതി വരെയുള്ള ആ പുണ്യ ദിവസങ്ങൾ, 109ാം ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായുള്ള പുണ്യ ദിവസങ്ങൾ ഇന്ന് സന്ധ്യയോടുകൂടി സമാപിക്കുകയാണ്. വീണ്ടും അനുഗ്രഹത്തിൻ്റെയും എല്ലാവിധമായ പ്രാർത്ഥനയുടെയും അവസരങ്ങൾ സകല ജനങ്ങൾക്കും നൽകുന്ന പരുമല തിരുമേനിയുടെ കബറടക്കങ്ങളിലേക്കുള്ള ഭക്തജന പ്രവാഹം, വിശ്വാസികളുടെ പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.